നമ്മൾ പലപ്പോഴും പറയും, എൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം പ്രവർത്തിച്ചു, ഞാൻ വിശ്വസിച്ചത് വെറുതെ ആയില്ല. നമ്മുടെ പ്രാർത്ഥന കൊണ്ടും വിശ്വാസം കൊണ്ടും ഒക്കെ നമ്മളെ ദൈവം അനുഗ്രഹിച്ചു എന്ന് നമ്മൾ പലപ്പോഴും കരുതും. പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അബ്രഹാം വിശ്വസിച്ചു, ദൈവം അത് നീതിയായി കണക്കിട്ടു എന്ന് നമ്മൾ പറയുന്നു, സത്യം തന്നെ. പക്ഷേ അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഞാൻ പറയും. വാഗ്ദത്തം കേട്ടപ്പോൾ ചിരിച്ച സാറയാണ് തൻ്റെ ശരീരത്തിൻ്റെ നിർജീവത്വത്തെ മാറ്റി വാഗ്ദത്ത സന്തതിയെ ജനിപ്പിച്ചത്. സാറയുടെ അവിശ്വാസം ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവർത്തീകരണത്തിന് തടസ്സമായില്ല കേട്ടോ. ദൂത് കേട്ടപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്ന് സംശയിച്ച സെഖറിയാവാണ് പിന്നീട് യോഹന്നാൻ സ്നാപകനെ ജനിപ്പിക്കുന്നതും ആ കുഞ്ഞിനെ നോക്കി പ്രവചിക്കുന്നതും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെയൊക്കെ പറ്റുമോ എന്ന് സംശയത്തിൻ്റെ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അധൈര്യപ്പെട്ടു പോയ ഗിദെയോനാണ് പിന്നീട് ദൈവത്തിൻ്റെ പരാക്രമശാലിയായി ഇസ്രായേലിൽ രക്ഷകനായി. പ്രതിസന്ധിയുടെ രാത്രിയിൽ ഞാനവനെ അറിയുന്നില്ലെന്ന് പറഞ്ഞ് രാഗി തള്ളിപ്പറഞ്ഞ പത്രോസാണ് കർത്താവായ യേശുവിനെ കുറിച്ച് പ്രഥമ പ്രഭാഷണം നടത്തി ആയിരക്കണക്കിന് പേരെ സ്നാനത്തിലേക്ക് തിരിക്കുന്നതും ഒടുവിൽ കർത്താവിൻ്റെ രക്തസാക്ഷിയായി വീരമൃത്യു പ്രാപിക്കുന്നു. കർത്താവിൻ്റെ സഭയുടെയും മൂല്യമറിയാതെ കർത്താവിനെതിരായും സഭകളെ മുടിക്കുവാനും തക്കവണ്ണം മനുഷ്യൻ നൽകിയ അധികാരത്തിനകത്ത് ഡമസ്കോസിലേക്ക് കുതിച്ചു പാഞ്ഞ പൗലോസ് എന്ന മനുഷ്യനാണ് പിന്നീട് ദൈവസഭയുടെ അടിസ്ഥാന കല്ലുകളെ പറക്കിയെടുത്തു വെച്ച് ദൈവരാജ്യത്തിനു വേണ്ടി വ്യക്തമായി. ജീവിതത്തിൽ ഇന്നലകളിൽ എവിടെയെങ്കിലുമൊക്കെ പരാജയങ്ങൾ വന്നുപോയെന്ന്, അവിശ്വസ്തതകൾ വന്നുപോയെന്ന് കണ്ട് എന്നോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറത്തില്ലെന്ന്, ദൈവം തൻ്റെ വാഗ്ദത്തം ഇനി മോഡിഫൈ ചെയ്യുമായിരിക്കുമെന്ന് തോന്നുന്നു നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. ദൈവം വിശ്വസ്തനാണ്. നാം അവിശ്വസ്തനായി തീർന്നാൽ അവൻ വിശ്വസ്തനായി പാർക്കും. എൻ്റെയോ നിങ്ങളുടെയോ പ്രവർത്തികളോ പ്രാർത്ഥനകളോ അല്ല നമ്മളുടെ മേൽ ദൈവിക നിയോഗം നിറവേറുന്നതിന് കാരണം. അതിലെല്ലാറ്റിലുമുപരി കൃപയാണ്. God bless you.